എന്റെ മകള് എന്റെ സുഹൃത്തുക്കളോടൊക്കെ പറയും, അച്ഛനോട് അച്ഛന്റെ അമ്മയെ പറ്റിയും പറയരുത്, പറവൂരിനെ പറ്റിയും പറയരുത്, അപ്പൊ കണ്ണ് നിറയും. എന്റെ അമ്മ ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയതാണ്. എല്ലാവർക്കും അമ്മമാരെ സ്നേഹമാണ്. ഞാൻ എന്റെ അമ്മയെ സ്നേഹിച്ച പോലെയാണ് ഞാൻ എന്റെ പറവൂരിനെ സ്നേഹിച്ചത്. എനിക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്ത, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എവിടെ പോയാലും കരയ്ക്ക് പിടിച്ചിട്ട മീനിനെ പോലെയാണ് എനിക്ക് ഇവിടെ തിരിച്ചെത്തണം. ഇവിടെ തിരിച്ചെത്തി എല്ലാവരെയും കണ്ടപ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയത് തലേ ദിവസം 2 ദിവസം തുടർച്ചയായി 1 മിനിറ്റ് പോലും ഉറങ്ങാതെ 2 ദിവസം ഉറങ്ങാതെയാണ് ഞാൻ ഇവിടെ വന്നത്. ക്ഷീണിതനായിട്ടാണ് വന്നത്. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എല്ലാവരെയും കണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്റെ ക്ഷീണമെല്ലാം പമ്പകണം. എന്റെ ഊർജവും എന്റെ ഇന്ധനവും എല്ലാം നിങ്ങളാണ്. ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെയും നിസ്സാരമായി കാണുന്ന ആളല്ല. എല്ലാ തെരഞ്ഞെടുപ്പുകളെയും ഗൗരവമായി കാണുന്ന ആളാണ്. എല്ലാ എതിർ സ്ഥാനാർത്ഥികളെയും ഒരാളെയും മോശക്കാരായി കാണുന്ന ആളല്ല. എല്ലാവരും നല്ല സ്ഥാനാർത്ഥികളും കരുത്തരുമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ളൊരു ചർച്ച. അപ്പൊ എന്നാലും കേരളത്തിലെ പകുതി മുക്കാൽ ജനങ്ങളും ആഗ്രഹിക്കുന്നത് VD സതീശൻ മുഖ്യമന്ത്രിയായി വരണം, ജനങ്ങളെ ഭരിക്കണം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ അതിൽ കുറച്ചധികം ആൾക്കാര് ഒന്നല്ലെങ്കിൽ KC വേണുഗോപാൽ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, ഇവരാരെങ്കിലും മുഖ്യമന്ത്രി ആകണം എന്ന് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ചർച്ച നടക്കുകയാണ്. അങ്ങും ഇങ്ങും പ്രതിഷേധങ്ങൾ നടത്തുന്നു. അതുപോലെ കോട്ടയത്ത് ഇന്ന് വലിയൊരു പ്രതിഷേധം, ഒരു പാർട്ടി നേതാവ് മേത്ത് പെട്രോളും കാര്യങ്ങളൊക്കെ ഒഴിച്ച് വലിയ രീതിയിലുള്ള ഒരു ബഹളമായിരുന്നു. VD സതീശന് മുഖ്യമന്ത്രി ആക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു പ്രതിഷേധം തന്നെയാണ് നടന്നത്. അപ്പോ കേരളത്തിലെ പകുതി മുക്കാൽ ജനങ്ങളും ഈ ഒരു പാർട്ടിയെ വിശ്വസിച്ച് വോട്ട് ചെയ്തത് VD സതീശന് മുഖ്യമന്ത്രി ആക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം ഭരിച്ച പാർട്ടി ഏതാണ്, എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചത്. ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എന്തായാലും നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് VD സതീശൻ വരണം എന്ന് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും VD സതീശന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ജനങ്ങള് ഇറങ്ങിയിരിക്കുകയാണ്. അവർക്ക് ആ ഒരു പാർട്ടി നേതാവിന് തന്നെ മുഖ്യമന്ത്രിയായി വേണമെന്നുള്ള കടുത്ത ഒരു എന്താ പറയാ ആവശ്യവുമായി കുറേ അധികം ജനങ്ങൾ ഇന്ന് സമരവുമായി ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളും ആഗ്രഹിക്കുന്നു VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി എത്തണമെന്ന്. പോരാട്ടത്തിൻ നാളുകളെ ഞങ്ങൾ പുറകോട്ടില്ല, ഓരോ ചുവടും മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്. ജനാധിപത്യം സംരക്ഷിക്കാം, വർഗീയതയ്ക്കെതിരെ പോരാടാം. കോൺഗ്രസ് സിന്ദാബാദ്, രാഹുൽ ഗാന്ധി സിന്ദാബാദ്. VD സതീശനെങ്ങാനും മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ നമ്മളെ പ്ലാനുകളൊന്നും നടക്കൂല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിനോട് ഹിന്ദിയിൽ പറഞ്ഞു നോക്കാം. നിങ്ങൾ ഈ മെസ്സേജ് രാഹുൽ ഗാന്ധിക്ക് DM-ൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മെൻഷൻ ചെയ്യാം, ഓക്കെ, ടാഗ് ചെയ്യാം. अरे राहुल गांधी, हमको VD सतीशन चाहिए हमारा मुख्यमंत्री होकर. केरला का पूरा नौजवान यंगस्टर्स पूरा कांग्रेस को सपोर्ट किया,
वी.डी. सतीशन मुख्यमंत्री होने के लिए। वो बहुत भूरिपक्ष वाला कुन्यापा है ना, कुन्यालीकुटी, उसका पार्टी मुस्लिम लीग भी वी.डी. सतीशन को सपोर्ट करता है। अगर वी.डी. मुख्यमंत्री नहीं हुआ तो अगला इलेक्शन में कांग्रेस का सपोर्ट डिम डिम हो जाएगा। वो केसी का नाम हम सुना ही नहीं, वो रमेश चेन्नितला है ना, उसका नाम हम सुना है, लेकिन वी.डी. सबका इधर है। हमको वी.डी. चाहिए केरला का मुख्यमंत्री होकर। राहुल गांधी प्लीज प्लीज वी.डी. को मुख्यमंत्री कर लो। वी.डी. सतीशन चाहिए हमको। होप यू विल टेक ए गुड डिसीजन। ओके, बाय। ലവ് ഫ്രം കേരള പീപ്പിൾ. वी.डी. സതീശൻ വരണമെന്നുള്ള ഇവിടെ കൂടുന്ന ഇത്രയും ആളുകളുടെ അഭിപ്രായം മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിൽ നിന്ന UDFന്റെ എല്ലാ ആളുകളുടെയും ആഗ്രഹമാണ്. MLA അദ്ദേഹത്തിന്റെ ബന്ധവും സൗഹൃദവും സ്വാധീനവും ഒക്കെ ഉപയോഗിച്ച് ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ അദ്ദേഹത്താനാകുന്ന വിധം ഒരു മധ്യസ്ഥന്റെ റോളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പരിപാടിയിൽ വരുന്നത് മര്യാദയല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരാത്തത്. പാർട്ടി എന്ന് പറഞ്ഞാൽ ആരാ? പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാണുന്നവരെല്ലാവരും ചേരുന്ന പാർട്ടി. ഞങ്ങളില്ലേ, പാർട്ടിയില്ല. പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെങ്കിൽ എന്നാ നമുക്ക് തുടങ്ങാം. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണമെന്നുണ്ടെങ്കിൽ ബൈ ഇലക്ഷൻ നടത്തി അയാൾ വിജയിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു MLA സീറ്റ് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഉള്ള MLA-മാരെ ശ്രദ്ധിക്കുക, കോൺഗ്രസ് പാർട്ടിയും ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്നത് ഓരോ സാധാരണക്കാരന്റെയും ശബ്ദമാണ്. എന്നെ പോലുള്ള ഓരോ സാധാരണക്കാരനും UDF നോട്ട് ചെയ്തത് वी.डी. സതീശൻ മുഖ്യമന്ത്രിയാവണമെന്നുള്ള ആഗ്രഹത്തോടാണ്. അതാണ് നിങ്ങൾ കമന്റ് ബോക്സിലും എല്ലാം കാണുന്നത്. वी.डी. സതീശനെ റീപ്ലേസ് ചെയ്തിട്ട് സൈഡിൽ നിന്ന് KC വേണുഗോപാലെ കൊണ്ടുവന്ന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാനാണ് MLA-മാരുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കൂല. 100% KC വേണുഗോപാൽ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് നമ്മുടെ वी.डी. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതായിരിക്കും കോൺഗ്രസ് പാർട്ടിക്ക് നല്ലത്. കേരളത്തിലെ ആൾക്കാർ വോട്ട് ചെയ്തത് ആരെ കണ്ടിട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കാണാൻ പറ്റും. ആ മനുഷ്യൻ തന്നെ മുഖ്യമന്ത്രിയാവണമെന്നാണ് കേരളത്തിലെ ഓരോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെയും ആഗ്രഹം. നിങ്ങൾ പാർട്ടിക്കാർ 4, 3, 7 പേര് പറഞ്ഞിട്ടൊന്നും ഞമ്മക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ജനങ്ങളുടെ വോട്ട് വെച്ച് കളിക്കല്ലേ, ഇപ്പൊ കിട്ടിയ എല്ലാ പിന്തുണയും നശിപ്പിക്കല്ലേ. ഇതൊരു അപേക്ഷയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട MLA-മാരെല്ലാരും ഒരു കാര്യം ശ്രദ്ധിക്കുക, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കൂ. എല്ലാവർക്കും ആഗ്രഹം वी.डी. സതീശനാവണമെന്ന്. ഈ വീഡിയോ രാഹുൽ ഗാന്ധിക്ക് അയച്ചു കൊടുക്കണ്ട. എല്ലാവരും പേര് മറക്കാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് അയച്ചു കൊടുക്കരുത്. ഡിയർ രാഹുൽ ഗാന്ധി, whenever we ask the UDF leaders of Kerala about who is the chief minister, their answer is like high command will say, high command will say. So the people, including me, decided to directly ask to the high command. That is why we are sending this message to you. The people of Kerala elected UDF because they had the faith and trust in वी.डी. Satishan. And after winning, if the Congress High Command is not ready to give the Chief Minister position to वी.डी. Satishan, it is going to affect the common people's trust to the UDF government. And after 5 years, the same people who elected UDF this time is going to take it down too. അപ്പൊ ഞാൻ കാര്യങ്ങൾ കൃത്യമായി ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, രാഹുൽ ഗാന്ധിനെ മെൻഷൻ ചെയ്യുക, എന്നിട്ട് ഇവലെ മെയിൻ ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തോളി ഈ വീഡിയോ കേട്ടോ. കാര്യങ്ങൾ ഉസാറായി നടക്കട്ടെ. കുറെ ചേച്ചിമാരുണ്ട്. എന്തുകൊണ്ടാണ് वी.डी. സതീശൻ വരണോ? ഇലക്ഷൻ റിസൾട്ട് വന്നു. ബാലറ്റിലൂടെ ജനം അന്തിമ തീർപ്പ് കൊടുത്തിരിക്കുകയാണ്. അത് വെറും അക്കങ്ങളല്ല, അത് അവരുടെ തീർപ്പാണ്, അത് ജനഹിതമാണ്. ആ ജനഹിതം എന്ന് പറയപ്പെടുന്നത് ഞങ്ങളുടെ എല്ലാം കോൺഗ്രസിന്റെയൊക്കെ അഭിമാനമായ वी.डी. സതീശനാണ്. അദ്ദേഹത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് ഓരോ കോൺഗ്രസ് പ്രവർത്തകന്റെയും മാനവികതയാണ്. ഇത്തരത്തിലുള്ള പ്രകടനം ഇപ്പോ നിലവില് കേരളത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇതിന്റെ മുന്നിൽ നിന്ന് നയിച്ച് പടവെട്ടി മുന്നിലേക്ക് UDF-നെ കൊണ്ടുവന്നത് VDS ആണ്. അപ്പോൾ VDS ഇന്ന് മുഖ്യമന്ത്രി പദത്തിലേക്ക് വരിക എന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനോടനുബന്ധിച്ചാണ് നമ്മൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഈ പ്രകടനം നടത്തുന്നത്. നല്ലത് നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യുന്നവര് ഇതിലോട്ട് വരണം. ഇപ്പൊ ഏതായാലും 5-10 വർഷം അവര് ഭരിച്ചല്ലോ, 5 വർഷം ഇവരും കൂടെ ഭരിക്കട്ടെ. സതീശൻ വേണം.